ഒരു ചെറിയ വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ എത്തുകയാണ്. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂ ഇയർ കൂടെ അറിയിക്കാം. ഒരു വർഷം അവസാനിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ഒരു ചെറിയ ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കാം. വിശുദ്ധ ബൈബിൾ 84-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ഓ ലോർഡ്, ഹൗ amiable your tabernacle, how beautiful your temple. Naos Hairos, ഗ്രീക്ക് ഭാഷയിൽ യഹോവയുടെ വിശുദ്ധയാലയം. മണിമേടകളും മട്ടുപ്പാവുകളും കോട്ടക്കൊത്തളങ്ങളും മാർബിൾ സൗധങ്ങളും മനുഷ്യനുണ്ടാക്കിയ വലിയ സൗധങ്ങൾ, കൊട്ടാരങ്ങൾ, വലിയ ടവറുകൾ, പ്രയർ ടവറുകൾ, വലിയ ചർച്ച്, പള്ളികൾ, മോസ്കുകൾ, ടെമ്പിൾ. സത്യത്തിൽ ദൈവം എവിടെയാണ് വസിക്കുന്നത്? മനുഷ്യന്റെ കൈപ്പണിയാൽ തീർത്തെടുക്കപ്പെട്ട മഹാസൗധങ്ങളിൽ ഈ കെട്ടിടത്തിനകത്ത് സർവശക്തനായ ദൈവം വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുക. സ്വർഗം തന്റെ സിംഹാസന, ഭൂമി തന്റെ പാദപീഠം. സർവവ്യാപിയായ ദൈവം. ദൈവത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കോൺസെപ്റ്റ്, ആശയം മനുഷ്യന്റെ കൈക്കകത്ത് ഒതുങ്ങുന്ന ഒരു ചെറിയ രൂപമാണോ ദൈവം? മനുഷ്യൻ വിചാരിക്കുമ്പോഴൊക്കെ മനുഷ്യൻ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു അടിമയാണോ ദൈവം? മനുഷ്യനെ ഒരുപാട് സഹായിക്കുന്ന ഒരു മുതലാളിയാണോ ദൈവം? എന്താ ദൈവത്തെ കുറിച്ചുള്ള കോൺസെപ്റ്റ്? എന്താ? ഏതെങ്കിലും ഒരു കസേരയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആജ്ഞാപിക്കുന്നതല്ല പ്രവർത്തിക്കുന്ന കുറെ ദൂതന്മാരുമായി അല്ലെങ്കിൽ കുറെ അനുയായികളുമായി ഇരിക്കുന്ന ഒരു ബോസിനെ പോലെ, അങ്ങനെയാണോ ദൈവത്തെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി വിദ്യാഭ്യാസം ഒന്നും വേണ്ട. ലോകത്തിലെ 800-ലധികം കോടി വരുന്ന ജനം, 200-നടുത്ത് രാജ്യങ്ങൾ, 10,000-കണക്കിന് ദ്വീപുകളും ഉപദ്വീപുകളും, ഏകദേശം 7,400-ലധികം ഭാഷകൾ. എത്ര നിറമുള്ള ജനം, എത്ര സംസ്കാരമുള്ള ജനം! ഈ മുഴുവൻ ജനത്തിന്റെയും പ്രാർത്ഥനകളും അവരുടെ യാചനകളും സങ്കടങ്ങളും നിലവിളികളും അതാത് ഭാഷയിൽ തിരിച്ചറിയാൻ കഴിവുള്ള സർവജ്ഞാനിയായ ഒരു സൂപ്പർ പവർ. ഒന്ന് ചെയ്യാൻ കഴിയുകയും മറ്റൊന്ന് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരാളല്ല ദൈവം. ദൈവം സർവശക്തനാണ്. അമേരിക്കയിലോ ലണ്ടനിലോ ചൈനയിലോ കാനഡയിലോ ഏതെങ്കിലും സമുദ്രത്തിലെ ദ്വീപുകളിലോ ഇപ്പോൾ ദൈവം ഇരുന്നിട്ട് ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവിടെയാണെന്ന് പറയാൻ ആ ദൈവത്തിന്റെ സർവശക്തി എന്തുവാ? ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന, നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ദൈവം സർവവ്യാപിയാണ്. ഒംനിഷ്യൻ, ഒംനിപൊട്ടന്റ്, ഒംനിപ്രസന്റ്. ദൈവം ആരുടെ കൈകളാൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു രൂപമല്ല. ദൈവം നമ്മുടെ എല്ലാ ചിന്തകൾക്കപ്പുറം അവനവന്റെ ചട്ടിക്കകത്ത് വേകുന്ന ചോറുണ്ണുവാൻ മനുഷ്യനുണ്ടാക്കിയ ചട്ടക്കൂടുകളും
മനുഷ്യന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അവന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അവൻ ആവശ്യത്തിന് ഓഫീസുകളും പർണശാലകളും ഭദ്രാസനങ്ങളും ആശ്രമങ്ങളും പള്ളികളും സംഘടനകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനകത്തുനിന്നും ഒതുങ്ങുന്ന ഏതെങ്കിലും രൂപമല്ല ദൈവം. അതിനൊക്കപ്പുറം നിങ്ങളുടെയും എന്റെ വേദന ഒന്നാണെങ്കിൽ, നിങ്ങളുടെയും എന്റെ കണ്ണുനീരിന് ഒരു നിറമാണെങ്കിൽ, നിങ്ങളുടെയും എന്റെ വിശപ്പിന്റെ വികാരം ഒന്നാണെങ്കിൽ, നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിങ്ങളുടെ അമ്മയും എന്റെ അമ്മയും എന്നെ പ്രസവിച്ച വേദന ഒന്നാണെങ്കിൽ, അതിന്റെ മുഴുവൻ കാരണക്കാരനായ, അതിന് മുഴുവനും ആശ്വാസകനായ, അതിന്റെ മുഴുവനും സംരക്ഷകനായ, അതിന്റെ മുഴുവനും എല്ലാം ചെയ്ത് ഭംഗിയാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ഉടയവനുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്, ഒരു എഞ്ചിനീയർ ഉണ്ട്. നിങ്ങളും ഞാനും നമ്മൾ കണ്ണാടിയിൽ കാണുന്ന ഈ രൂപം, നമ്മുടെ തലയുടെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ നമ്മുടെ അവയവങ്ങൾ, മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ, ഈ നാഡീഞരമ്പുകളും മാംസപേശികളും ഈ അസ്ഥിയും ഈ കണ്ണും കാലും കൈയും ഈ പഞ്ചേന്ദ്രിയങ്ങളും ഉൾപ്പെടുന്ന സകലതും ഇത്ര ഭംഗിയായി ക്രമീകരിച്ച ഇവിടെ മനുഷ്യൻ അവന്റെ ശാസ്ത്രീയ സാങ്കേതിക കഴിവുകൾ കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വൈദഗ്ധ്യം ഉപയോഗിച്ച് അവൻ ഉണ്ടാക്കുന്ന റോബോട്ടുകൾ പോലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവൻ ആജ്ഞാനുവർത്തിയാകുന്നില്ല. എന്നാൽ ലോകത്തിൽ ഇന്ന് വരെ ജനിച്ച് ജീവിച്ചു മരിച്ചു ഇപ്പോഴും ജീവിക്കുന്ന മനുഷ്യരുടെ കോടിക്കണക്കിന് ജനങ്ങളുടെ എണ്ണം എത്ര? എന്നാൽ ഇന്നും ഒരു മനുഷ്യന്റെ തം ഇംപ്രഷൻ പോലല്ല വേറൊരാളുടെ. നമ്മുടെ കൈരേഖകൾക്ക് വ്യത്യാസമുണ്ട്. ഒരാളെ പോലെ സെയിം ഡിറ്റോ മറ്റൊരാളില്ല. ഏതെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഒരു മനുഷ്യന്റെ കഴിവല്ല വേറെ മനുഷ്യന്റെ കഴിവ്. ഒരു മനുഷ്യന്റെ ശരീര ഘടനയല്ല വേറെ ഘടന. ഇത് മുഴുവൻ സൃഷ്ടിച്ചെടുക്കുന്ന എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ശാന്തമായിട്ടിരുന്നിട്ട് നമ്മുടെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുക, ഈ സൗരയൂഥത്തെ കുറിച്ച് ചിന്തിക്കുക, ഈ സൂര്യനെയും ഈ ചന്ദ്രനെയും ഈ അക്ഷാംശരേഖകൾ, ഭൂമധ്യരേഖ, രേഖാംശരേഖകൾ ഇത് മുഴുവൻ വരച്ചുണ്ടാക്കിയ, ഈ ഗാലക്സി ഉണ്ടാക്കിയ, ഈ നക്ഷത്രങ്ങളെ വാരി വിതറിയ ഒരു എഞ്ചിനീയറെ കുറിച്ച് ചിന്തിക്കുക, ഒരു സൂപ്പർ പവറിനെ കുറിച്ച് ചിന്തിക്കുക, സർവശക്തനായ ദൈവത്തെ കുറിച്ച്. ആ ദൈവത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച് അവസാനിപ്പിക്കാനല്ല എന്റെ വാക്കുകൾ. ആ ദൈവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചില മിനിറ്റുകൾ കൊണ്ട് ചെറിയ തോതിൽ ഒന്ന് വരച്ചു കാണിച്ച് ആ ദൈവം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വസിക്കുന്നു, എന്റെ ഹൃദയത്തിനകത്ത് വസിക്കുന്നു. മനുഷ്യന്റെ ഹൃദയം ദൈവത്തിന്റെ ആലയം. അതെ, എന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. ദൈവം ഉള്ളിൽ വസിക്കുന്നവൻ എങ്ങനെ തിരിച്ചറിയാം? അവന്റെ അമ്മ ആരാന്നവനറിയാം, അവന്റെ അപ്പൻ ആരാന്നറിയാം, അവന്റെ പെങ്ങൾ ആരാന്നവനറിയാം, അവന്റെ ഭാര്യ ആരാന്നറിയാം, അവന്റെ മക്കൾ ആരാന്നറിയാം. മൃഗങ്ങൾക്കില്ലാത്തൊരു തിരിച്ചറിവ്, റെക്കഗ്നൈസിംഗ് പവർ. മൃഗങ്ങൾക്കില്ലാത്തൊരു തിങ്കിങ് പവർ, ചിന്തിക്കാനുള്ള ശക്തി. മൃഗങ്ങൾക്കില്ലാത്ത ടോക്കിംഗ് പവർ, സംസാരിക്കാനുള്ള കഴിവ്. ഇത് മുഴുവൻ നമുക്ക് തന്ന ഒരു ദൈവത്തെ, ഇതെല്ലാം തന്ന് നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ. വിശുദ്ധ ബൈബിളിനകത്തുനിന്ന് നൂറുകണക്കിന് വാക്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാനിത് ഒരു ബൈബിൾ പ്രസംഗമായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഞാൻ 100% തികഞ്ഞൊരു ബൈബിൾ വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. എന്നാൽ ഞാൻ ഇത് നിങ്ങളോട് പങ്കുവെക്കുന്നത് നിങ്ങളുടെ മാനസിക നിലവാരം അനുസരിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക. നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങളുടെ മതഭേദമായിക്കോട്ടെ, നിങ്ങളുടെ ഏത് കുലമോ കുടുംബമോ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും വിഷയമല്ല. നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ആകാശവും ഇന്ന് കാണുന്ന സകലതും സൃഷ്ടിച്ച സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം മനുഷ്യന്റെ ചിന്തകളുടെ
അറിവിന്റെ ആശയത്തിനകത്ത്, അവൻ അറിവിന്റെ അറയ്ക്കകത്ത് അവൻ ഒതുക്കാൻ കഴിയുന്ന ഒരു ചെറിയ രൂപമല്ല എന്ന് മനസ്സിലാക്കാൻ, നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ചിന്തിക്കുന്നതും നിന്റെ ജീവിതം മുഴുവൻ അറിയുന്ന, നിന്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിയുക. ആ ദൈവത്തിന്റെ ആലയമാണ്, മന്ദിരമാണ് യഥാർത്ഥ ദേവാലയം, യഥാർത്ഥ ദൈവത്തിന്റെ മന്ദിരം. മോസ്കല്ല, അമ്പലമല്ല, പള്ളിയുമല്ല, നിങ്ങളും ഞാനുമാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ നമ്മള് ഈ ലോകത്തിന്റെ തെറ്റുകൾ, അഴിമതികൾ, ദോഷങ്ങൾ, ദൂഷ്യങ്ങൾ, ദുർനടപ്പുകൾ, അതിലേക്ക് നമ്മൾ പോകരുത്. എന്തുകൊണ്ട് പോകരുത്? നമ്മുടെ ഹൃദയം ദൈവം വസിക്കുന്ന മന്ദിരമായതുകൊണ്ട്. ദൈവവും ഞാനും, ദൈവവും നിങ്ങളും ഒന്നിച്ച് നടക്കുന്നത് കൊണ്ട് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മുടെ അമ്മയുടെ കൂടെ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് നിങ്ങൾ ചെയ്യുമോ? നിങ്ങളുടെ അമ്മയുടെ കൂടെ, നിങ്ങളുടെ അപ്പന്റെ കൂടെ നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ, അപ്പന്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ അപ്പന് ഇഷ്ടമില്ലാത്തത് ചെയ്യുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാതിരിക്കാൻ, ദൈവം എന്റെ കൂടെയുണ്ട്, ദൈവം എന്റെ ഹൃദയത്തിലുണ്ട് എന്നൊരു പ്രാവശ്യം ഉറപ്പിക്കാൻ ഈ കൊച്ചു വാക്ക് നിങ്ങൾക്ക് ഉതകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് God bless you. God bless you.